ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ നെയിമും അതുപോലെ വൈ ആക്സിസിൽ മാർക്കും കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ചാർട്ടിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ചാർട്ടിന് കളേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഫോർമാറ്റ് ടൈപ്പ് എടുത്ത് നമുക്കിതിന് ഓരോ പർട്ടിക്കുലർ ഏരിയയ്ക്കും കളേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡാറ്റ റേഞ്ച് ഉപയോഗിച്ച് തന്നെ മറ്റൊരു ചാർട്ട് ജനറേറ്റ് ചെയ്യിക്കാം. ഇവിടെ ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻസേർട്ട് വഴി ചാർട്ടിലേക്ക് പോവാം. ചാർട്ട് വിസാർഡിൽ നിന്ന് നമ്മൾ മുമ്പ് ചെയ്തത് കോളം ചാർട്ടായിരുന്നു. അതിന് പകരമായിട്ട് നമ്മൾ ബാർ, ലൈൻ, പൈ ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടുന്ന് പൈ ചാർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡാറ്റ റേഞ്ച് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റ റേഞ്ചിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചാർട്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഡിഫോൾട്ടായിട്ട് M1 എന്നാണ് കിടക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആസ് ന്യൂ ഷീറ്റിലേക്ക് ചാർട്ട് 2 ആയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യിക്കാം. ഇതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കോളം ചാർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൈ ചാർട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും മാർക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് പെർസെൻറ്റേജ് ബേസിലായിരിക്കും. നോക്കുക, ഈ ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഓരോരുത്തർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കളറിൻ്റെ ആ സെല്ലിൽ കൊണ്ടു വെക്കുമ്പോൾ ഉദാഹരണമായിട്ട് മാർട്ടിൻ, ഓരോരുത്തരുടെ നിശ്ചിത പെർസെൻറ്റേജ് നമുക്കിവിടെ ദൃശ്യമാകും. ഇനി നമുക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ചാർട്ട് ഏരിയ എടുക്കുക. ഫോർമാറ്റ് ചാർട്ട് ഏരിയയിൽ നമുക്കിവിടെ ചാർട്ടിന് പ്രത്യേക ഫോണ്ടോ കളറോ സെറ്റ് ചെയ്യാവുന്നതാണ്. നോക്കുക, നമുക്ക് ഇതിൻ്റെ വ്യൂ സൂം ചെയ്യിക്കാം. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ചാർട്ടിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഫോർമാറ്റ് ഓപ്ഷൻ വഴി. ഇനി നമുക്ക് എക്സലിലെ ഫോർമാറ്റിംഗ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാം. അതിനായിട്ട് ഫോർമാറ്റ് മെനുവിൽ നിന്ന് സെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ ആദ്യത്തെ ടാബ് നമ്പർ ആണ്. ഇവിടെ ഒന്നാമത്തെ കാറ്റഗറിയിൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ ഓപ്ഷൻ വഴി നമുക്ക് സെല്ലിലേക്ക് ഏത് ടൈപ്പിലുള്ള ഡാറ്റ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. ഇനി നമ്പർ ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സീരീസിലുള്ള നമ്പറുകളെ ആ സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ആവറേജ് എന്ന് പറയുന്ന ഈ കോളത്തിലെ ഡെസിമൽ പ്ലേസസിനെ സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റിൽ നിന്ന് സെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്പർ എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് ഡെസിമൽ പ്ലേസ് 2 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ
റെപ്രസെൻറ്റേഷൻ ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രകാരം ഡെസിമൽ പ്ലേസ് ദശാംശം കഴിഞ്ഞ് 2 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്പർ കാറ്റഗറിയിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കാം. ഉദാഹരണമായിട്ട് ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ ഡേറ്റിന് വേണ്ട സെൽസ് റേഞ്ച് പറഞ്ഞു കൊടുക്കുക.